ഹായ് ഗൈസ്, കുറേ പ്രാവശ്യം വീഡിയോ എടുത്തിട്ട് ഇന്ന് നമ്മൾ ശരിക്കും ഒരു വീഡിയോ എടുക്കാൻ പ്ലാൻ ചെയ്യാണ്. ഇത് അപ്ലോഡ് ചെയ്യോ ഇല്ലതുപോലെ എനിക്കറിയില്ല. സോ ഇന്ന് എൻ്റെ ഗ്രാജുവേഷനാണ്. ഞാൻ നേരെ കുളിച്ച് റെഡി ആയിട്ടൊക്കെ നിൽക്കുകയാണ്. എന്നെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അലനും പിന്നെ എന്നെ ഫോട്ടോ എടുത്തും വീഡിയോ എടുത്തും സഹായിക്കാൻ വേണ്ടിയിട്ട് ഇത് അർജുനും ഇത് എന്തത് എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. സംഭവം ഞാൻ എക്സൈറ്റഡ് ഒക്കെയാണ്, പക്ഷേ ഭയങ്കര ആൻസൈറ്റി ഉണ്ട്, എന്തോ സ്റ്റേജ് ഫിയർ. എനിക്കത് പുത്തരിയാണ്, എനിക്കറിയാം. എനിക്കങ്ങനെ പേടിയൊന്നും ഇല്ലാത്തതുകൊണ്ട്, പക്ഷെ ഇന്നും വല്ലാത്തൊരു പേടി. അപ്പൊ നമ്മൾ എങ്ങനെയാണ് റെഡി ആവുന്നത്, എന്തൊക്കെ കാട്ടിക്കൂട്ടാവണെന്ന് കണ്ടിട്ട് വരാം. സോ എന്തായാലും അലിനെത്താൻ ഇനി കുറച്ചുകൂടെ സമയമെടുക്കും. സോ അതുവരെ ഞാൻ വിചാരിച്ചു ഞാൻ കുറച്ച് ഫേക്ക് നെയിൽസ് മേടിച്ചിട്ടുണ്ടായി, അതൊക്കെ ഇരുന്ന് ഒട്ടിക്കാമെന്ന്. സോ അതെ ഞാൻ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അവിടെ എത്തിയിരിക്കും. അലിനെത്തിണ്ട്. ഇനി അലിന്റെ മേക്ക് ഓവർ ഇതിലുണ്ടാവും. അതൊന്നും അല്ല, എല്ലാരും ഇപ്പൊ ചേഞ്ച് ചെയ്യും. അഞ്ചരക്കുള്ള പരിപാടി നമ്മളിപ്പോ തുടങ്ങാൻ പോവാണ്. എന്തൊക്കെ ചെയ്യണമല്ലോ, ഒരു പെൺകുട്ടിയെ മേക്കപ്പ് ഇടാൻ എന്തൊക്കെ ചെയ്യണം. ഒരാളായി ഒരു ഷർട്ടും പാന്റും അത്രേ ഇട്ടിട്ട് ഇറങ്ങിയാൽ മതി. നമ്മളിപ്പം മേക്കപ്പ് വെച്ച് തുടങ്ങും. ആൻഡ് ദെൻ മേക്കപ്പ് കഴിഞ്ഞിട്ട് ഡ്രസ് ഇടും. ലെറ്റ്സ് ഗോ ഗ്രാജുവേഷൻ. 2 വർഷം കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഇന്ന് ആ ദിവസം വന്നേക്കുവാണ്. മൈ ഡേ, അമൃതാസ് ഡേ. എന്റെ ക്ലോസപ്പ് അല്ല, അവളുടെ ക്ലോസപ്പ് ആകണ്ടേ. ആൾക്കാര് പലതും പറയും. അലിനാണ് എന്റെ മേക്കപ്പ് ഒക്കെ ചെയ്തത്. റെഡി ആയിട്ടില്ല. ഇനി എല്ലാം കഴിഞ്ഞിട്ട് ഐലൈനറും എല്ലാം കൂടെ ഫൈനൽ ടച്ചപ്പ് ഉണ്ട്. ഗ്രാജുവേഷൻ എങ്ങനെയാണെങ്കിൽ കല്യാണത്തിന് എന്തായിരിക്കും? കല്യാണം നമ്മളൊരു ഒരു ദിവസം മുമ്പ് തുടങ്ങും മേക്കപ്പ്. അതെ, എന്നാലേ ഞാനിപ്പോ കോൺട്രാക്ട് സൈൻ ബ്രൈഡ്സ്മെയ്ഡ് അല്ല, ബ്രൈഡ്സ്മെയ്ഡ് ബാക്കി ഗ്രൂപ്പിനെ പറയുന്നേ. അപ്പൊ എന്താ നീ ആരാ? അതാണ് കോൺട്രാക്ട് സൈൻ ചെയ്തേക്കോ ഇപ്പോഴേ. എന്റെ ബാക്കി ബെസ്റ്റ് ഫ്രണ്ട്സ് ഒന്നും വഴക്കിടരുത്. ഐ ആം റിയലി സോറി ഗൈസ്. ഇനി നമുക്ക് ഞങ്ങളിപ്പോ സെറ്റിംഗ് സ്പ്രേ ഒക്കെ അടിച്ചിട്ട് ഇതൊന്ന് ഉണക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ലാസ്റ്റ് ലുക്ക് എന്തായാലും അടിപൊളിയായിരിക്കും തോന്നുന്നു. ആണ്. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മൾ ഡ്രസ്സ് ഇട്ടിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ പോകും. എന്തായാലും ഫൈനൽ ലുക്ക് വേണം കേട്ടോ. ലാസ്റ്റ് ടച്ചപ്സ്. ഇതാണ് ഞാൻ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള പാട്ട്. ഓ ബെസ്റ്റ് എക്സൈറ്റഡ് ആയിട്ട്. ഫേക്ക് നെയിൽസ് ഉള്ളതുകൊണ്ടാണ്. ലാസ്റ്റ് ഇട്ടാൽ മതിയായിരുന്നു ഫേക്ക് നെയിൽസ്. കറക്റ്റ് ആണോ? തിരിക്കണം. അവിടുത്തെ ഈ ലാസ്റ്റ് 1 ഇയറിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. എങ്ങനെയോ കഴിഞ്ഞ്. ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. ഇതിനു വേണ്ടിയല്ലേ UK വന്ന് ഗ്രാജുവേഷൻ കഴിഞ്ഞു. ബാച്ചിലേഴ്സിന്റെ ഗ്രാജുവേഷൻ കിട്ടിയില്ല. സോ ഇതാണ് എന്റെ ഫസ്റ്റ് ഗ്രാജുവേഷൻ. അങ്ങോട്ടേക്ക് ഒരു ഗ്രാജുവേഷൻ ഉണ്ടോന്ന് എനിക്കറിയില്ല, ചിലപ്പോ ഉണ്ടാവാം. പിന്നെ ഇനി അടുത്ത PhD അല്ലേ? ഉണ്ടാവാം. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്.
ഇതാണ് അനിരുദ്ധ് ഫോട്ടോസ് എടുക്കുന്നത്. പപ്പരാസീസ് പപ്പരാസീസ്. അലിന്റെ ബാഗ്. സോ ഗൈസ് നമ്മളിത് ഫുള്ള് റെഡി ആയിട്ട് മിഡ്ലൻഡ് ഹോട്ടലിലോട്ട് നമ്മുടെ റോബും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ പോവാണ്. റെഡിയാവാത്ത അലിനും റെഡിയായ അനിരുദ്ധും എൻ്റെ ഒപ്പം ഉണ്ട്. സോ അത് കളക്ട് ചെയ്തിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. കളക്ട് ചെയ്തിട്ട് ഇറങ്ങാൻ പറ്റുമെന്ന് നമുക്ക് നോക്കണം. ഇറക്കും. അതെ ഇറക്കും. ഇനി മേക്കപ്പ് ഒക്കെ പോകുന്നൊന്നും അറിയില്ല. എന്തായാലും ഇപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പക്ഷേ അഗൈൻ എനിക്ക് ചെറിയൊരു സ്റ്റേജ് ഫിയർ ഉണ്ട്. നോർമലി എനിക്കതില്ലാത്തതാണ്. പക്ഷേ ഇന്നെന്തോ ഞാൻ ഹീൽ ഇട്ടോണ്ടാന്ന് തോന്നുന്നു. ഞാൻ നോർമലി ഹീൽസ് ഇടാറില്ല. അതെ, അപ്പൊ ഹീലിട്ട് കയറാനുള്ള പേടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ സ്വന്തമായിട്ട് വിലയിരുത്തിയേക്കണ ഒരു ആൻസർ അതാണ്. സോ എന്തായാലും നോക്കാം. അവിടെ ചെന്നിട്ട് ഇനി എന്തൊക്കെ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. സോ നമ്മളിപ്പോൾ അങ്ങോട്ട് നടക്കാണ്. ഓക്കെ ഗൈസ്. സോ നമുക്കിതേ റൂമൊക്കെ കിട്ടി. ഞാൻ അവിടെ നിന്ന് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം അവർ തന്നെയാണ് നമുക്ക് ഇത് ഇട്ട് തന്നത്. അവിടെ നിന്ന് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. പക്ഷേ എങ്ങനെയുണ്ട് എൻ്റെ ആദ്യത്തെ ഗ്രാജുവേഷൻ? Amrutha Maral Idra Pai. Tochi Oduroye. ഈ അവസരത്തിൽ നിനക്ക് എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ഇപ്പൊ അതെ സൈഡിൽ നിന്ന് എന്റെ പ്രൊഫസനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അച്ഛനമ്മേനും ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ബാക്കിൽ നിന്നുള്ള സൗണ്ടുകളൊന്നും നിങ്ങൾ കേൾക്കണ്ട. അപ്പൂസിനെ ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വരായിരുന്നോണ്ട് അറിയില്ല. ബട്ട് ഗായ്സ് എനിക്ക് വേണ്ടി ഇവിടെ എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇവിടെ ഉള്ള സ്റ്റോപ്പ് എൻ്റെ ഫ്ലാറ്റ്മേറ്റ്സ്, എൻ്റെ ബെസ്റ്റ് മേറ്റ്സ് എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും വെച്ചാൽ ആവശ്യമുള്ള എല്ലാവരും എത്തിയിട്ടുണ്ട് എക്സെപ്റ്റ് മൈ ഫാമിലി. അപ്പൊ നമുക്കിനി അവരെ കാണിച്ചാലാ? എന്താ പറയാനുള്ളത് നിനക്ക്? ഒന്നും പറയണ്ട. നിനക്കോ? അടിപൊളി. എന്ത് പറയാൻ? അടിപൊളി. നിനക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഉമ്മ തന്നവിടെ പ്രോത്സാഹിപ്പിക്കും. ഇനി ഈ ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്ന ദിവ്യ. ഇനി ഇനി ഇവരൊക്കെ ഇങ്ങനെയൊക്കെ പറയെങ്കിലും ഇനി മുതലുള്ള ദിവസങ്ങളിൽ ഇവരുടെയൊക്കെ ഗ്രാജുവേഷൻ ആണ്. സോ ഇവരുടെയൊക്കെ മേക്ക് ഓവറും എല്ലാം ഇന്ന് പോയിട്ട് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്ന ദിവ്യാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്ന് അറിയാണ്ട് നിൽക്കാണ്. വിശക്കുണ്ട്. സോ ചിലപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ പോകും. അത് കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോയിട്ട് ഇത്രയും നേരം എടുത്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാനുണ്ട്. ഈ സൈഡിൽ നിന്നുള്ള ഈ കമന്റടികളൊന്നും നിങ്ങൾ കാര്യമായിട്ട് എടുക്കരുത്. അപ്പൊ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. സോ ഇന്ന് എൻ്റെ മേക്ക് ഓവറിന്റെ ഏറ്റവും വലിയ ക്രെഡിറ്റ്സ് പോണത് അലിനാണ്. എന്റെ ഡ്യൂട്ടി ആയിരുന്നു. അതെ. സോ കുറേ നേരം വന്നിട്ട് സാധാരണ സൗണ്ട് കേൾക്കുമെന്ന് എനിക്കറിയില്ല. സാധാരണ ഞങ്ങളുടെ വീട്ടിലധികം നിൽക്കാൻ വരാത്ത, എത്ര നിർബന്ധിച്ചാലും വന്ന് നിൽക്കാത്ത അലിൻ ഇന്ന് എൻ്റെ ഒപ്പം സ്റ്റേ ആണ്. അതെ. അപ്പോൾ താങ്ക് യു അലിൻ. അതെ, താങ്ക് യു സോ മച്ച് ഫോർ മേക്കിംഗ് ഇറ്റ് മോർ സ്പെഷ്യൽ. ബാക്കി എല്ലാവരും ബാക്കിൽ നിൽക്കണം. സോ നമ്മളിപ്പോൾ ചെയ്യാൻ പോകണം എന്താ വെച്ചാൽ ഈ റോബും കാര്യങ്ങളൊക്കെ റിട്ടേൺ ചെയ്യണം. അത് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നൈസായിട്ട് അതിനായിട്ടൊന്ന് നടന്നതാണ്. സോ വീഡിയോ ഉണ്ടാക്കണം. അതെ, ആ ഗ്യാപ്പിൽ നമ്മൾ വീഡിയോ ഉണ്ടാക്കാണ്. എന്തായാലും ഇന്നത്തെ ദിവസം
we are really happy. I'm really happy, and I hope my family, my friends, everybody is happy and proud. Yeah, and everybody is safe. I hope everybody is safe. ഇനിയിപ്പോ നമ്മള് ഇത് കൊടുത്തിട്ട് എന്താ ചെയ്യാൻ പോണെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. സ്പോട്ട് പ്ലാൻ ആയിരിക്കും. അതെ, പെട്ടെന്ന് പെട്ടെന്ന് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ ചെയ്യണം. സോ ഇനി കുറച്ച് സമയം കൂടി ഉണ്ട്, പറ്റണം അത്രയും കാര്യങ്ങൾ ചെയ്യണം എന്ന് വിചാരിക്കണം. അപ്പോൾ എന്തായാലും ഇത് കൊടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എന്താ നോക്കാം. എല്ലാം പോയി ഗൈസ്, ഗ്രാജുവേഷൻ കഴിഞ്ഞ് ബാക്ക് ടു ബീങ് സെക്സി. സോ എല്ലാം കൊടുത്തിട്ട് എന്തൊരു സമാധാനം ദൂരിക്കഴിഞ്ഞപ്പോൾ. സോ ഇനിയിപ്പോൾ നല്ല വിശക്കുണ്ട്, നമ്മൾ എവിടെയാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത് അറിയില്ല. സോ ഇനി ബാക്കിയുള്ളവരെ മീറ്റ് ചെയ്തിട്ട് അവർ കട തീരുമാനിച്ചിട്ടുണ്ടാവണം. അതെ, പക്ഷെ നമ്മൾ ഇങ്ങനത്തെ ഡ്രസ്സിൽ ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല, നമ്മൾ ഫോട്ടോ എടുക്കണം. അതെ, സോ അങ്ങനെ വൺ മോർ ഫോട്ടോ സെഷൻ കാണും. അതെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കും എവിടെ കഴിക്കാൻ പോകണ്ടെന്ന്. അതെ, ബട്ട് ഹാപ്പി ആ ഒരു ചടങ്ങ് അങ്ങോട്ട് കഴിഞ്ഞ്. ഇനിയിപ്പോൾ അലിൻ്റെ ഗ്രാജുവേഷൻ വരുന്നുണ്ട് അടുത്ത വർഷം. ഐ ഹോപ്പ് ഞാനിവിടെ ഉണ്ടാവും അതിന്. പക്ഷെ ഇല്ലെങ്കിൽ കൂടെ അതിനായിട്ട് വരാൻ വേണ്ടി ഐ ട്രൈ മൈ ബെസ്റ്റ്. ഇൻവിറ്റേഷൻ ഒക്കെ അയക്കണം. ആൻഡ് നിന്റെ ഒരു ഗസ്റ്റ് ഞാനായിരിക്കും. പേര് എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ ഓൾറെഡി. അതെ, സോ ബാക്കിയുള്ളവരെ പോയി കാണാം. എവിടെ അവര്? ഇവിടെ എവിടെയെങ്കിലും ഇരിക്കണുണ്ടാവും എന്നാണ് പറഞ്ഞത്. One eternity later. ഹായ് ഗൈസ്, സോ നമ്മളിത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ആദ്യം സ്ലഗ് ആൻഡ് ലെറ്റ്യൂസിൽ പോയി. എന്നിട്ട് അവിടെ നിന്ന് ഓണിയൻ ഡ്രിങ്ക്സും ഗാർലിക് ബ്രെഡും ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ വിചാരിച്ചു കുറച്ച് ഹെവി ആയിട്ട് കഴിക്കാൻ വേറൊരു സ്ഥലത്ത് പോകാമെന്ന്. അങ്ങനെ നടന്ന് ഞങ്ങളിപ്പോൾ ഇതേ വെതർ സ്പൂണിൽ വന്ന് നിൽക്കുന്നുണ്ട്. എന്താ കഴിക്കണ്ടേന്നുള്ളത് കാര്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്തെങ്കിലും കഴിച്ചിട്ട് പെട്ടെന്ന് വീട്ടിൽ പോകണം, കണ്ണടയാനുണ്ട്. സോ എടുത്ത ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇനി വീട്ടുകാർക്ക് അയച്ചു കൊടുക്കണം, അത് കഴിഞ്ഞിട്ടേ കിടക്കാൻ പറ്റുള്ളൂ. സോ ഇങ്ങനെയാണ് ഡേ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ ഗൈസ്, സോ നമ്മളിതേ ഫുഡൊക്കെ കഴിച്ച് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ പരിപാടി? വീട്ടിൽ പോവാം, ഉറങ്ങാം. പക്ഷെ കുറച്ച് നേരം ചില്ല് ചെയ്യാനുണ്ട്. ഇനി ഫോട്ടോസൊക്കെ ഡൗൺലോഡ് ചെയ്യണം, ഇങ്ങോട്ടങ്ങോട്ട് ഷെയർ ചെയ്യാനുണ്ട്. ഇനി എൻ്റെ ഗ്രാജുവേഷൻ്റെ അങ്ങനെ ഇവിടെ സമാപ്തിക്കാണ് അല്ലേ, അങ്ങനല്ലേ പറയാം, സമാപ്തിക്കാണ്. സോ ഇനി ഇവരുടെ വരുന്നേ ഉള്ളൂ. അർജുന ഇപ്പോഴേ തലക്ക് കൈവച്ചിരിക്കുന്നുണ്ട്, കാരണം അവന് ഗ്രാജുവേഷൻ ഇല്ല. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വരും. ഞാൻ എന്തായാലും എൻ്റെ ഗ്രാജുവേഷൻ്റെ ബാക്കിയുള്ള വീഡിയോസും ഫോട്ടോസൊക്കെ ഇതിൻ്റെ ലാസ്റ്റിൽ ആഡ് ചെയ്യാം. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒബ്വിയസ്ലി നമ്മൾ ഇടുമല്ലോ. സോ നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുമായിരിക്കും. ബൈ. അപ്പത്തേക്ക് സൈൻ ഓഫ്. ബൈ.